പിന്നെ അങ്ങനെ ആ പ്രശ്നം അങ്ങനെ കുറച്ചു കാലത്തേക്ക് അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു, ഒരു ഒതുക്കുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പോകാൻ കാരണം നമ്മുടെ നാട്ടിലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടായി. ഇവിടെ ഒരു കല്ലിടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി കിടക്കും. അപ്പൊ ഈ കുട്ടി ഒരു പക്വത എത്തിയിട്ടില്ല, ഒരു പ്രായത്തിനനുസരിച്ച് പക്വത എത്താത്തൊരു കുട്ടി. സ്വാഭാവികമായി പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, ഭർത്താവിന്റെ ഒരു ഭാര്യയെ ജീവിക്കാൻ ഒരു വിഷമം ആ കുട്ടിക്കുണ്ടായി. അപ്പൊ അതിന് ഒരു രമേശ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ തിരിച്ച് പറഞ്ഞു ഈ കുട്ടിക്ക് പക്വതല്ല, അപ്പൊ 2 വർഷം കഴിയാതെ കുട്ടിക്ക് ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഈ കുട്ടി സ്വന്തം വീട്ടിൽ തന്നെ താമസം. അപ്പം ഒരു ദിവസം ഭർത്താവ് വിളിച്ചു, നിന്റെ ഉപ്പനോട് പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുവരണം, മൗലാനിയുടെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവര് കൂട്ടിക്കൊണ്ടുപോകും. ഉമ്മയും വാക്കിയും അതും പോയി, ഭർത്താവിന്റെ കൂടെ ഫ്രണ്ടും കൂടിയിട്ട് കൂടി വന്ന് ഇവര് നേരിട്ട് ചെറുവാടിക്കാ കൊണ്ടുപോയത്. ചെറുവാടി തന്നെ ഈ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവര് റൂമില് ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ഈ ചെയ്യുന്ന പറഞ്ഞൊരാള് അത് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ അടിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളൊക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ചു വിരലെടുക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും കഴിയും. സാധാരണ കുഞ്ഞു മൂലയാക്കന്മാര് സൂര്യനോണ്ട് അടിക്കൂല, ഒരു വന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച ഭാവം മനസ്സിലാണ്. കാലിന് ആദ്യം തോന്നിയില്ലാത്ത ആള് പിന്നെ അപസ്മാരം നോക്കിയിട്ട് ഇതിന് പറയാനൊന്നുള്ളൊരു തൻ്റെടമില്ല. ഇയാളവിടെ സിറ്റൗട്ടില് തലങ്ങി വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണു. ആയാലും കുറച്ച് തകരാറും ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരൊന്ന് കഴിഞ്ഞ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടുകൾ കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയുന്നില്ല. വാഹനത്തിലൊന്നും കയറാനോ പിന്നെ കുട്ടികളെ കുറിച്ച് വാഹനത്തിലൊക്കെ കയറ്റി അവർ വിറ്റ് കൊണ്ടുവന്നു. ഇപ്പം പറയണത് ഈ ചികിത്സ ചെയ്ത ആളുകളോട് അത് വിളിച്ച് വെച്ചാൽ പറയണത് അവരതിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ വാപ്പൻ്റെയും വേണ്ടി അതൊരു തകരാറ് തന്നെ. ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും അവർ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇതല്ലല്ലോ. അത് കുറച്ച് തകരാറ് അവരെടുത്തുണ്ട്. അന്ധവിശ്വാസം പേർക്കും ഉണ്ടാവണം. ഈ ഇങ്ങനെ ഉണ്ടോന്നുള്ള എങ്ങനെയും മാറട്ടെ അങ്ങനെ ചിന്താഗതി ചിലപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടാണ് ഒന്നാമതാകുമല്ലോ. ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അയൽവാസികളെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പോലീസിൽ കേട്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴേക്ക് എന്താ ഭർത്താവിന്റെ ഉമ്മയും പിന്നെ ഈ ചെയ്ത ആള് ഒരുപാടിയിലുള്ള ഇയാളും ഈ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവും കൂടി കണ്ടിട്ട് ഇവരെ കാല് വെച്ച് മാപ്പി വെച്ചതാണ്. ഈ നേരിൽ സംഭവിക്കൂല, വിഷയാക്കല്ലേ കാരണം മാപ്പി വെച്ച്. അപ്പൊ ഒരു പിന്നെ കേസൊന്നും കൊടുത്തില്ല. ഒരു പെൺകുട്ടിന്റെ കാര്യമല്ല ഇങ്ങനെയൊക്കെ വഷളത്തരല്ലേ എന്ന് അവര് ചെയ്യും. പിന്നെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഈ പിള്ളാത്തിന്റെ പരീക്ഷ വെച്ചു. പറഞ്ഞിട്ട് ബാക്കി തുടർ നടപടികൾ ചെയ്യാനാണ്. ഈ ചികിത്സന്റെ മുറ എങ്ങനെയാണെന്നാ പറഞ്ഞത്. ഭർത്താവ് കൈയിങ്ങനെ വേക്കിനെ കെട്ടിയിട്ട് വന്ന് അടിക്കാനാണ്. വായിലൊക്കെ നിന്നു കൂടിയ ഭർത്താവ് തച്ചെടുക്കുക, ഭർത്താവിന് നിന്നു കൂടിയ ഭാര്യ തച്ചെടുക്കുക, അതൊക്കെയാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. അതിലൊരു 3-ാമറ ചെയ്യാപ്പിള എടുക്കുകയാണ്. ഒരു ദിവസം ഈ കുട്ടി രാത്രി പേടിച്ച് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങി ഓടാന്ന് പറഞ്ഞപ്പോൾ ഇവ മഹറും കൂടി നിൽക്കുകയാണ്. എൻ്റെ മഹറും അടുത്ത് നിന്നിട്ട് പോകുന്നത്. മഹറും വാങ്ങിയിട്ട് ഈ കുട്ടി വീട്ടിൽ വന്ന് സംഭവം നടന്നിട്ട് ഏകദേശം 3-4 മാസം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അവർക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ട് ഈ ചെട്ടുമ്പോൾ ബന്ധപ്പെട്ട് അറിഞ്ഞതാണ്. അന്നപ്പോൾ ഞാനിത് അത്യാവശ്യം അന്വേഷിച്ച് അറിയണത് ഈ വീട്ടിൽ തന്നെ നേരെ ചെന്ന് കുട്ടിയോടും എൻ്റെ ഉമ്മനോടൊക്കെ ചോദിച്ച് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഉപ്പ അവിടെ വന്ന് ടീച്ചറിൻ്റെ പുറകെ വന്നതിന് ശേഷം നമ്മൾ വന്നതാണ്. ഇതിൻ്റെയൊക്കെ വലിയൊരു അബദ്ധം പറ്റി ഞാൻ ഇവിടെ ആരോട് ഈ വിഷയം ആദ്യം വന്ന് പറയാണ്ടിരുന്നത് വലിയ മോശമായി പോയൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മൾ എങ്ങനെയെങ്കിലും അപ്പം കുട്ടിനെ വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് അവസാന തീരുമാനം, കുട്ടി അംഗൻവാടി കൂടെ നിൽക്കണമെന്നുണ്ടോ, അതൊക്കെ ശ്രമിച്ചിട്ട് മാപ്പാക്കി എൻ്റെ കൂടെ നിൽക്കണം എന്നാണോ, അതല്ല എന്താണ് വേണ്ടത് വെച്ചപ്പോൾ എങ്ങനെ തീർത്തി വെച്ചിട്ട് ഈ കുട്ടി പറഞ്ഞത് വേണ്ട, ഞാൻ ഇന്നെ പറഞ്ഞേക്കാൻ ഞാൻ
3 വയസ്സുണ്ടാകും കുട്ടിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മാവും വീട്ടിൽ ഇടപെട്ട് കമ്മിറ്റിക്കാർ വരെ കൂടി ഇടപെട്ടുന്നുണ്ട്. പിന്നെ ഈ മകളൊക്കെ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് ഒരുണ്ടായ കുറച്ച് സംഖ്യ മത്താളും കൊടുത്ത് കലാക്ക് വിളിപ്പിച്ചു. കുട്ടിക്ക് അതിൻ്റെ വീട്ടിലാണുള്ളത്. അകൽത്ത് വന്നു. അതിൻ്റെ ഉമ്മ തീർച്ചയായിട്ടും പറയുന്നു. കാരണം ഈ അകൽത്ത് വന്ന അകൽത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങിയിരുന്നു. ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം കുട്ടി ആകെ കൂടി ഇവരോട് വെറുത്തു.